റെഡ് ഫോർട്ടിൽ വന്നതാണ്. റെഡ് ഫോർട്ടിൽ വന്നിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാതെ നമ്മൾ ജമാ മസ്ജിദ് വന്നു. ജമാ മസ്ജിദ് വന്നപ്പോഴത്തേക്കും വേണ്ട സ്ട്രീറ്റ് ഫുഡൊക്കെ ആയിട്ട് നല്ലൊരു കാഴ്ച തന്നെയാണ് കണ്ടത്. അപ്പം നമ്മൾ ആ കാണുന്ന കറക്റ്റ് കാണുന്ന ആ ഒരു ഗോപുരം പോലെ കാണുന്ന ജമാ മസ്ജിദാണ്. പിന്നെ ഇവിടുത്തെ മെയിൻ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. എന്തൊക്കെയാണോ അമ്മമാരൊക്കെ എന്തൊക്കെയോ വലിച്ചു വാരി വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ട്. ഇവിടുത്തെ മെയിനായിട്ടൊരു ഇലക്ട്രിക് ഓട്ടോയാണ് കാണുന്നത്. ആ കാണുന്നത് ഇലക്ട്രിക് ഓട്ടോയാണത്. പിന്നെ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ കാണുന്ന പോലെ റോഡ് നനയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനം ഇവിടെയും കണ്ടു ഞാൻ. ഈ സംഭവം എപ്പോഴും ഒന്നും നനയ്ക്കാറില്ല എങ്കിൽ പോലും ഇന്ന് റിപ്പബ്ലിക് ഡേ വരുന്നത് കൊണ്ട് റോഡും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. പിന്നെ സ്ട്രീറ്റ് ഫുഡ് എന്തോ ഒരു ആവളം തന്നെ ഇരിക്കുന്ന കണ്ടില്ല, എന്തൊക്കെയോ സാധനം എന്തുവാണെന്ന് അവന് പോലും അറിയത്തില്ല, അതുപോലെ ഒരു സാധനം അവൻ വെച്ചോണ്ടിരിക്കുക. പിന്നെ ഒരു കുപ്പി വെള്ളമൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. ഇവിടുത്തെ വെള്ളമൊന്നും നമുക്ക് കുടിക്കാൻ കൊള്ളത്തില്ല. പിന്നെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഷൂ ഇങ്ങനെ കൂട്ടിയിട്ടൊക്കെ കൊച്ചു പിള്ളേരുടെ ഷൂ ഒക്കെ 150 രൂപ 200 രൂപയൊക്കെയാണ് വില വരുന്നത്. എല്ലായിടത്തും ഓൺലൈൻ പേയ്മെൻറ്റ്, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഡൽഹി വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഓൺലൈൻ പേയ്മെൻറ്റ് വരുന്നേ ഉള്ളൂ. 100 രൂപ 200 രൂപയൊക്കെയാണ് ഷൂവിൻ്റെ വില വരുന്നത്. നമ്മുടെ നാട്ടിൽ ഇനി തലവത്തി നിന്നാൽ പോലും 200 രൂപയ്ക്ക് ഷൂ കിട്ടത്തില്ല, അത് വേറെ കാര്യം. പിന്നെ ഇതൊരു സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു ഏരിയ ആണ്. എന്താ പൂരിയാണ് തോന്നുന്നു കേട്ടോ, പൂരിയാണ്. പക്ഷെ ഏതോ ഒരുത്തൻ വന്നിട്ട് കൈയൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഞാൻ വിട്ട് പോട്ടെ, ചെക്കനൊന്ന് മുഖം കാണിച്ചോട്ടെ എന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും കുറേ പേര് ഇവിടുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും കഴിക്കത്തില്ല. ഇവിടുത്തെ ഓടയിൽ നിരത്ത് വെച്ചാൽ വെള്ളം എടുത്ത് കഴിക്കും ഇവർ ഫുഡ് ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ കാണുന്ന നമ്മുടെ ഈ ബാഗ് ഐറ്റംസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കാണുന്നത്. പിന്നെ ഇത് പാൻറ്റൊക്കെ ഉണ്ട് കേട്ടോ, 200 രൂപയേ ഉള്ളൂ ഒരു പാൻറ്റിന്, അതും ജീൻസ് പാൻറ്റിന്. നമ്മുടെ നാട്ടിൽ 800 രൂപ ഒരു മാക്സിമം ഒരു ചെറിയ നല്ലൊരു പാൻറ്റിന് കൊടുക്കണം. പിന്നെ ചെറിയ ചെറിയ മൊബൈൽ ആക്സസറീസ്, ചാർജറിൻ്റെ കേബിള്, ചാർജർ, അങ്ങനെ ഹെഡ്സെറ്റ്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. നല്ല കുറഞ്ഞ വിലയ്ക്ക് സാധനം കിട്ടും. പിന്നെന്താ, വെള്ള ഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തോ കുടത്തിൽ എന്തൊക്കെയോ വെച്ചിട്ട് ഇരിക്കുന്നൊരുത്തൻ അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇതാണ്ട് നമ്മുടെ മറ്റേ ട്രോളി ബാഗൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ വില കുറവാണ്, 700 രൂപയൊക്കെ ഉള്ളു അത്രയും വലിയ ബാഗിനൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇതാണ്ട് കിടക്കുന്നു. അടുത്ത ഒരു സെക്ഷനിലേക്ക് വരുവാണ് കേട്ടോ. ട്രാവൽ ബാഗാണ്. ഇതിനാണ്ട് 300 രൂപയൊക്കെ റേറ്റ് വരുന്നുള്ളൂ. എന്താ പറഞ്ഞ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര വിലക്കുറവാണ്. നമ്മുടെ നാടിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര വിലക്കുറവാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടുത്തെ വിലക്കുറവ് നമ്മൾ ഉദ്ദേശിച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലുള്ള ഇവിടെ കയറിയിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ കയ്യിലുള്ള വിലപ്പെട്ട സാധനങ്ങളൊന്നും നഷ്ടപ്പെടാൻ സാധ്യതയില്ലെന്ന് വിചാരിക്കരുത്. അവന്മാർ അടിച്ച് മാറിക്കൊണ്ട് പോകും. പിന്നെ വാച്ചുകളുടെ ഒരു കമനീയ ഷെയർ എന്നിട്ടുണ്ട്, 100 രൂപയൊക്കെയാണ് വരുന്നത്. പിന്നെ ഷൂസ്, എല്ലാ സാധനത്തിൻ്റെയും ബ്രാൻഡഡ് സാധനത്തിൻ്റെ കോപ്പീസാണ് ഇവിടെ കിട്ടുന്നത്, അതും വില കുറവില്ല. പിന്നെ മറ്റേ കോട്ടൺ ഇത് വരുന്ന സെറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല നല്ല കോട്ടൺ. അത് എത്ര നല്ല ക്വാളിറ്റി സാധനമായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ അതൊന്നും ഇട്ടാൽ മതി, നമുക്ക് ചൂട് കാരണം നമുക്ക് നല്ല സുഖമായിരിക്കും. പാൻറ്റുകൾ 200 രൂപയുടെ പാൻറ്റ് ഇരിക്കുന്നു. അതുപോലെ തന്നെ കോട്ടൺ, ഇവ മെയിനായിട്ടും ഇത് 250 രൂപയൊക്കെ ഉള്ളു ആ ഒരു സാധനം. നാട്ടിൽ നമ്മൾ എങ്ങനെ വന്നാലും ഒരു 1500 രൂപ 2000 രൂപ മുകളിൽ വരുന്ന സാധനങ്ങളൊക്കെ 500 രൂപയൊക്കെ സാധനം കിട്ടും. നമ്മൾ ഹിന്ദി അറിഞ്ഞാലൊന്ന് ജസ്റ്റ് ഒന്ന് വാദിയിട്ട് ബാർഗൻ ചെയ്യുന്ന സാധനം കിട്ടാന്നേ ഉള്ളൂ. പിന്നെ വരുന്നുണ്ട് അതേപോലെ തന്നെ മൊബൈൽ ആക്സസറീസ്, ചാർജർ, ട്രിമ്മർ, പിന്നെ പാൻറ്റ്, വീട്ടിലിടുന്ന പാൻറ്റ്, ഷോർട്സും കാര്യങ്ങളൊക്കെ കാണുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മറ്റേ മറ്റേ ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കൂട്ടിയിട്ട് വയ്ക്കുക. അതൊക്കെ നമ്മളൊന്ന് ബാർഗെയിൻ ചെയ്താൽ ഇതൊരു 100 രൂപ പറഞ്ഞാൽ 50 രൂപയ്ക്ക് വേണം കൊണ്ടുപോകാൻ വേണമെങ്കിൽ.
ഇത്രയൊക്കെ ഉള്ളു സംഭവം. പിന്നെ ഏതാണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട്. ബാഗിൻ്റെ ഒരു ബാഗ് നല്ല കുഴപ്പമില്ല. നമുക്ക് നന്നായിട്ട് വില വീശാൻ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സാധനം നല്ല കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാം. ആ സമയത്ത് നമുക്ക് വിലവശന അറിയത്തില്ല. നമ്മൾ വാങ്ങിച്ച അവർ പറഞ്ഞ വിലയ്ക്ക് നമ്മൾ വാങ്ങിക്കാനിരുന്ന അവർ കൂട്ടി വില പറയും, അതും വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോയിരിക്കാം. ആ സമയത്ത് നമ്മളൊരു ഷൂവും കാര്യങ്ങളൊക്കെ ഉണ്ടോ, എല്ലാം ക്വാളിറ്റി സാധനം ഇരിക്കണം കേട്ടോ. അത് സെക്കൻഡ് ക്വാളിറ്റി സാധനം ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കോട്ടും കാര്യങ്ങളൊക്കെ സൂപ്പർ സാധനങ്ങളാണ്. നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ആയാലും ആ വില കുറവല്ലേ, അപ്പോൾ ആ വിലക്കുറവ് നിങ്ങൾക്ക് മുതലായിരിക്കും. അത് ഉറപ്പ്, ഗ്യാരണ്ടി പറയും. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരരുത്. ഇത് കണ്ടില്ലേ, മൊബൈൽ ആക്സസറീസ് ഇഷ്ടം പോലെ നമുക്ക് ഏത് ഐറ്റംസ് ആണോ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. വേണ്ട, ഇത് ഇങ്ങോട്ട് കൊണ്ട് വെള്ളം കൊണ്ടുവരുന്നുണ്ടല്ലേ, ഇത് കൂടിയ സാധനം സെറ്ററും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അങ്ങോട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണേ. ഇവിടെ നിന്നിട്ട് എനിക്ക് കാര്യമെന്ന് മനസ്സിലായി, അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം. ഇനി ഒരു സ്ട്രീറ്റ് ഫുഡിൻ്റെ സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ആളിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. പൊന്നു വേണം, വയറിളകി നമ്മൾ കക്കൂസിൽ നിന്ന് എഴുന്നേൽക്കുക. അതേ രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഇവർ കൊണ്ടുവെക്കുന്നത്. പിന്നെ കൊച്ചു പിള്ളേരുടെ ഉടുപ്പുകൾ, സാറ് പൈസയേ ഉള്ളൂ. എന്ത് കാര്യം ഞാൻ വിലയൊക്കെ ചോദിച്ചു വെച്ചിരുന്നത്. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബാർഗെയിൻ ചെയ്താൽ നമുക്ക് കുറഞ്ഞ വിലയ്ക്ക്, ഏറ്റവും വില കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാം. അത് തന്നെ പിള്ളേരുടെ ടോയ്സും കാര്യങ്ങളൊക്കെ നമ്മളവിടെ നമ്മളെ ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് നമുക്ക് കാരണം വെച്ചാൽ കട്ടുകൊണ്ട് വരുന്ന സാധനങ്ങളുണ്ടാകും. അതുകൊണ്ട് നമ്മളെ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അല്ലാത്തവർ ഷൂട്ട് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ അത് തന്നെ ഇതുപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തണം. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.